ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു വെറൈറ്റി മീൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 അല്ലി വേപ്പിൻ്റെ ഇല, ഒരു തക്കാളി. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം, വെളുത്തുള്ളിയും. അപ്പോൾ അത് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു നുള്ള് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായി മൂത്ത ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായി മൂത്ത ശേഷം തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്ത് വേപ്പിൻ്റെ ഇല 2 അല്ലി ഉരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. 1.5 മുറി തേങ്ങയാണ് ചിരവിയത്. അപ്പോൾ അതൊന്ന് പാലെടുത്ത് മാറ്റി വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് അതിലേക്ക് പാകത്തിന്. അപ്പോൾ അതൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ അരിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് 2 വലിയ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂത്ത ശേഷം അതിലേക്ക് കട്ടിയിൽ പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ചെറുതായി ഒന്ന് തിളച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ചൂടുള്ള വെള്ളം. പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി, കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ കറിയിൽ വെള്ളം കൂടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായി ഒന്ന് തിളച്ച ശേഷം ഒന്നും കൂടെ ഇളക്കി ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കറി വറ്റി കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പോലത്തെ മുള്ളനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് വേവണ മീനാണ്. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ടൊന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. മുള്ളൻ്റെ മീൻ വെച്ച് ഞാൻ കറി വെച്ചിട്ട് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല, അത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ച ശേഷം ഒന്ന് ഇളക്കിയിട്ട് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ചെറുതായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അധികമൊന്നും വേവണ മീനല്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതിന് ശേഷം ഒന്ന് ഇളക്കി കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വേപ്പിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.